നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിവേയെ പറ്റിയാണ്. എനിവേ കേൾക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്ഥിരം മൂവീസിലായാലും സീരീസുകളിലായാലും സ്ഥിരം കേൾക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എനിവേ എന്നുള്ളത്. നമുക്ക് നോക്കാം എനിവേയുടെ മീനിങ് എന്താണ്. അതേപോലെ തന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എനിവേ. അതുകൊണ്ട് തന്നെയാണ് നമ്മളും പലപ്പോഴായിട്ട് നമ്മൾ പോലും അറിയാതെ എനിവേ നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം എനിവേയുടെ മീനിങ് എന്താണെന്ന്. എനിവേയുടെ മീനിങ് എന്തെന്ന് വെച്ചാൽ നോ മാറ്റർ വാട്ട് അല്ലെങ്കിൽ റിഗാർഡ്ലെസ് എന്നാണ്. നോ മാറ്റർ വാട്ട് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്ത് തന്നെ ആയാലും എന്നാണ് അതിൻ്റെ ഒരു ആശയം. അതായത് നമ്മൾ പറയത്തില്ല എന്ത് തന്നെ ആയാലും ഞാനിത് ചെയ്യും എന്ന് പറയത്തില്ലേ, ആ ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുതന്നെയാണ് റിഗാർഡ്ലെസ്, പരിഗണിക്കാതെ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എനിവേ സെൻറ്റൻസുകൾ ചേർക്കുന്നത്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പോകാം, ഒന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എനിവേ നിങ്ങൾക്ക് ബട്ട്, ആൾതോ, ഈവൻ തോ, തോ എന്നിവയുടെ കൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവ എന്താണെന്ന് ഞാൻ പറയാം. സെൻറ്റൻസുകൾ പോകുന്ന വഴിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ നോക്കാം എനിവേ വെച്ചുള്ളത്. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് കിടക്കാം. ദിസ് മൈറ്റ് നോട്ട് വർക്ക് ബട്ട് ലെറ്റ്സ് ട്രൈ. അതായത് ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുകയാണ്, ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുകയാണ് ദിസ് മൈറ്റ് നോട്ട് വർക്ക്, ഇത് വർക്കാവും തോന്നുന്നില്ല, ഇത് സക്സസ് ആവും തോന്നുന്നില്ല, ബട്ട് ലെറ്റ്സ് ട്രൈ, എന്നാലും നമുക്ക് അത് ചെയ്യാം, പരീക്ഷിക്കാം, ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എന്നാലും നമുക്കത് ട്രൈ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഒറ്റ വേടി പറയുന്ന നമ്മൾ പറയുന്ന ആ ഒരു ശൈലി എന്ന് വെച്ചാൽ എന്നാലും എന്നാണ്. എന്നാലും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിവേ ചേർത്തത്. അതായത് റിഗാർഡ്ലെസ്, എന്നാലും, അതായത് നോ മാറ്റർ വാട്ട്, എന്ത് തന്നെ ആയാലും നമുക്കത് ചെയ്യാം എന്നൊരാശയമാണ് അവിടെ എനിവേ കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഷീ ഡിഡ്ന്റ് നീഡ് ടു ബ്രിങ് എ കോട്ട് ബട്ട് ഷീ ബ്രോട്ട് എനിവേ. അതായത് അവൾക്ക് കോട്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കോട്ട് എന്ന് വെച്ചാൽ ജാക്കറ്റ്, ബട്ട് ഷീ ബോട്ട് വൺ എനിവേ, എന്നാലും അവൾ ഒരെണ്ണം എടുത്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവൾക്ക് ഓൾറെഡി ചിലപ്പോൾ ഓഫീസിൽ കാണാം, ഞാൻ സിറ്റുവേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ പറയുകയാണ്. ചിലപ്പോൾ അവൾക്ക് ഓൾറെഡി തന്നെ അവൾ 2 ജാക്കറ്റ് കാണാം, അത് ഒരെണ്ണം ഓഫീസിൽ വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഒരാൾ പറയുകയാണ് ഷീ ഡിഡ്ന്റ് നീഡ് ടു ബ്രിങ് എ കോട്ട്, അവൾക്ക് കോട്ട് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ബട്ട് ഷീ ബ്രോട്ട് വൺ എനിവേ, ബട്ട് ഷീ എന്നാലും അവൾ ഒരെണ്ണം എടുത്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എനിവേ കൊടുത്തിരിക്കുന്ന ആശയം എന്നാലും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനിവേ ചേർത്തിരിക്കുന്നത്. എന്നാലും എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ ആ ശൈലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ ബിഹൈൻഡിലുള്ള ആശയം എന്താണെന്ന് വെച്ചാൽ എന്ത് തന്നെ ആയാലും റിഗാർഡ്ലെസ് എന്നാണ് നമ്മുടെ ശൈലിയിൽ എന്നാലും എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയാറുള്ളത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹിസ് പേരൻസ് ടോൾഡ് ഹിം ടു നോട്ട് ടേക്ക് ദെയർ കാർ ബട്ട് ഹീ ടുക്ക് ഇറ്റ് എനിവേ. അതായത് അവൻ്റെ പേരൻസ് അവരുടെ കാർ എടുക്കരുതെന്ന് അവനോട് പറയായിരുന്നു, ബട്ട് ഹീ ടുക്ക് ഇറ്റ് എനിവേ, എന്നാലും അവനത് എടുത്തു. മീൻസ് അത് പരിഗണിക്കാതെ അവനത് എടുത്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എന്നാലും അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. They were asked to stop talking but they continued talking anyway. അവരോട് സംസാരം നിർത്തുവാൻ പറഞ്ഞിരുന്നു, ബട്ട് ദേ കണ്ടിന്യൂഡ് എനിവേ, എന്നാലും അവർ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എന്നാലും അല്ലെങ്കിൽ റിഗാർഡ്ലെസ്, പരിഗണിക്കാതെ അവർ പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അതേ സെൻറ്റൻസ് തന്നെയാണ്, ഞാൻ ഈവൻ തോ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഈവൻ തോ ആൾതോ ഒക്കെ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട് ഇതേ സെൻറ്റൻസുകൾ. അപ്പോൾ ഈവൻ തോ ചേർത്ത് ഞാൻ സെയിം സെൻറ്റൻസ് എഴുതിയിരിക്കുന്നതാണ്. ഈവൻ തോ ദേ വേർ ആസ്ക്ഡ് ടു സ്റ്റോപ്പ് ടാക്കിംഗ് ദേ കണ്ടിന്യൂ ടാക്കിംഗ് എനിവേ. അതായത് അവരോട് സംസാരം നിർത്താൻ പറഞ്ഞിരുന്നെങ്കിലും ദേ കണ്ടിന്യൂ ടോക്കിംഗ് എനിവേ, അതായത് പിന്നെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഈവൻ തോയുടെ കൂടെ നിങ്ങൾക്ക് എനിവേ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കും. ഈവൻ തോ, ഓൾതോ, അതേപോലെ ബട്ട് എന്നിവയുടെ ഒക്കെ നിങ്ങൾക്ക് ഓൾസോ എനിവേ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് അവരോട് സംസാരം നിർത്താൻ പറഞ്ഞിട്ടും അവർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞൊരു ആശയമാണ് അവിടെ, ആ ഒരു അർത്ഥമാണ് ആ സെൻറ്റൻസിലുള്ളത്. അപ്പോൾ എനിവേ കൊടുത്തിരിക്കുന്ന ആശയം എന്നാലും പരിഗണിക്കാതെയും സെയിം ആശയം തന്നെയാണ് ആ സെൻറ്റൻസിലും കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഷീ ഈസ് നോട്ട് വെരി ഗുഡ് അറ്റ് സോക്കർ ബട്ട് ഷീ പ്ലേസ് എനിവേ ബിക്കോസ് ഷീ ലൈക്സ് ദ ഗെയിം. അതായത് അവൾ സോക്കറിൽ നല്ല കഴിവുള്ള ആളല്ല. സോക്കർ എന്ന് വെച്ചാൽ ഫുട്ബോൾ എന്നാണ്, അമേരിക്കൻ ഇംഗ്ലീഷാണ്, അവിടെ ഫുട്ബോളിനെ സോക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷീ ഈസ് നോട്ട് ഗുഡ് അറ്റ് സോക്കർ, അവൾ സോക്കറിൽ അത്ര ഗുഡല്ല, ബട്ട് ഷീ പ്ലേസ് എനിവേ, എന്നാലും അവളത് കളിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ബിക്കോസ് എന്തെന്നാലും ഷീ ലൈക്സ് ദ ഗെയിം, എന്തെന്നാൽ അവൾക്ക് ആ കളി ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവൾ സോക്കറിൽ വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും
അവൾ കളിക്കും എന്നാലും കളിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ എനിവേ ചേർത്തിരിക്കുക. എന്നാലും അതൊന്നും പരിഗണിക്കുക, എന്നാലും അവൾ കളിക്കും, സോക്കർ കളിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഈവൻ ദോ ഷീസ് നോ, അതേ സെൻറ്റൻസ് തന്നെയാണ്. ഇറ്റ് വാസ് ദ റോങ് തിങ് ടു ഡു ബട്ട് ദേ ഡിഡ് ഇറ്റ് എനിവേ. അതായത് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, ബട്ട് ദേ ഡിഡ് ഇറ്റ് എനിവേ, എന്നാലും അവരത് ചെയ്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ ചെയ്തിരിക്കുന്നത്, ആൾദോ ചേർത്ത് ചെയ്തിരിക്കുകയാണ്. ആൾദോ ഇറ്റ് വാസ് ദ റോങ് തിങ് ടു ഡു ബട്ട് ദേ ഡിഡ് ഇറ്റ് എനിവേ. അതായത് അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നിട്ട് പോലും ദേ ഡിഡ് ഇറ്റ് എനിവേ, അവരത് ചെയ്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ആൾദോ ചേർത്തപ്പോൾ ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസിലെ ബട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബട്ട് യൂസ് ചെയ്യാൻ പാടില്ല, 2 കൺജങ്ഷൻ വരാൻ പാടില്ല. അപ്പോൾ ബട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കി അറിയാം. ആൾദോ ഇറ്റ് വാസ് ദ റോങ് തിങ് ടു ഡു ദേ ഡിഡ് ഇറ്റ് എനിവേ. അവരത് അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ട് പോലും അവരത് പിന്നെയും ചെയ്തു, എന്നാലും അത് ചെയ്തു. അതായത് എനിവേ കൊടുത്തിരിക്കുന്ന ആശയം റിഗാർഡ്ലെസ്, അത് പരിഗണിക്കാതെ അത് പിന്നെയും ചെയ്തു എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഈ സെൻറ്റൻസുകളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കോൺവെർസേഷൻ യൂസ് ചെയ്യുന്നതാണ്. പ്രാക്ടീസ് ചെയ്യണം, നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളും ഓട്ടോമാറ്റിക്കലി വേണം ഈ എനിവേ നമ്മുടെ നാവിൽ വരാൻ വേണ്ടിയിട്ട്. അത്രമാത്രം നമ്മൾ അറ്റാച്ച് ആയിരിക്കണം. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഡോണ്ട് വറി അബൌട്ട് ബീയിങ് ലേറ്റ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിവേ. അതായത് ഒരാളോട് പറയുകയാണ്, താമസിച്ചതിന് നീ വിഷമിക്കേണ്ട, ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിവേ. അത് ഇപ്പോൾ അതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. എന്നാലും ഒരു പ്രശ്നമേ അല്ല എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. മലയാളത്തിൽ ആ ഒരു എക്സ്പ്രഷൻ കേട്ടതില്ല, ഇംഗ്ലീഷിൽ തന്നെ എടുക്കുക നിങ്ങൾ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിവേ, അതൊരു പ്രശ്നമേ അല്ല എന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ എനിവേ അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നടന്ന കാര്യത്തെപ്പറ്റി വിഷമിക്കേണ്ട, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നാണ് അവിടെ എനിവേ കൊടുത്തിരിക്കുന്ന ഒരു ആശയം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ എനിവേ, അതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പം അത് പ്രശ്നമേ അല്ല, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നൊരു അതിനെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട്, ആ സെൻറ്റൻസിന് ഫോഴ്സ്ഫുള്ളായിട്ടൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. അതിന് ഡയറക്റ്റ് മലയാളം നോക്കരുത്, ചില സെൻറ്റൻസുകൾക്ക് നമുക്ക് മലയാളം കിട്ടത്തില്ല. ഇനി പക്ഷേ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു സെൻറ്റൻസാണ്. ആ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതുമാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ മൂവി വാസ് ഇൻ ദാറ്റ് ബട്ട് ഐ ലൈക്ക് ഇറ്റ് എനിവേ ഈവൻ ഇഫ് നോ വൺ എൽസ് ഡിഡ്. അതായത് ഒരാൾ ഒരു മൂവി കണ്ടിട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ്, ദ മൂവി വാസ് ഇൻ ദാറ്റ് ബട്ട്, മൂവി അത്ര മോശമായിരുന്നില്ല, ഐ ലൈക്ക് ഇറ്റ് എനിവേ. അതായത് എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പം എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. ഈവൻ ഇഫ് നോ വൺ എൽസ് ഡിഡ്, അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എനിവേ എന്തായാലും നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ആ ഒരു ആശയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നൊരാശയമാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിവേയുടെ ഒരു യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. എനിവേ ഐ മസ്റ്റ് ബി ഗോ നൗ. അതായത് ഇവിടെ എനിവേ ചേർത്തിരിക്കുന്ന ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക, ഒരു ശൈലി നിങ്ങൾ നോക്കുക. അതായത് എനിവേ ഐ മസ്റ്റ് ബി ഗോൺ, അതായത് എന്തായാലും എനിക്കിപ്പോൾ പോകണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. മലയാളത്തിൽ ഞാൻ എന്തായാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ, ആ ഒരു ശൈലിയിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുള്ളൂ, ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട്. അപ്പോൾ ഇവിടെ എനിവേ ചേർത്തിരിക്കുന്നതുണ്ടോ, അതായത് ആ ഒരു കോൺവെർസേഷൻ്റെ സിറ്റുവേഷൻ എടുത്താൽ ഇവർ രണ്ടുപേരും ഇദ്ദേഹം വേറൊരാളോട് സംസാരിക്കുകയാണ്. അപ്പം വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും നേരം പറഞ്ഞ ടോപ്പിക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം വേറെ മാറ്ററിലോട്ട് കിടക്കുകയാണ്. എനിവേ എത്ര നേരം പറഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് പുതിയ മാറ്റർ ഇടുകയാണ്, ടോപ്പിക്ക് ഇടുകയാണ്. എനിവേ ഐ മസ്റ്റ് ബി ഗോയിങ്, എനിക്കിപ്പോൾ പോകണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്ത് പുതിയൊരു ടോപ്പിക്കിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയത്തില്ലേ, നമ്മൾ എന്തെങ്കിലും മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിർത്താൻ വേണ്ടി പറയുന്നത് എന്തായാലും നമുക്ക് നാളെ കാണാമെന്ന് നമ്മൾ പറയത്തില്ലേ, അതേ ആശയം തന്നെയാണ് അവിടെ എനിവേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിവേ ഐ മസ്റ്റ് ബി ഗോയിങ്, എനിക്കിപ്പം പോകണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അതേ സെൻറ്റൻസ് തന്നെയാണ്, പല രീതിയിൽ ഞാൻ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. എനിവേ ഐ ബെറ്റർ ഗോ നൗ, ഐ വിൽ സീ യു ടുമോറോ. എനിവേ അതേ ആശയം തന്നെ, എന്തായാലും എനിക്കിപ്പോൾ പോകണം, ഐ വിൽ സീ യു ടുമോറോ, ഞാൻ നാളെ കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഐ ബെറ്റർ ഗോ നൗ എന്ന് വെച്ചത് ഹാർഡ് ബെറ്റർ ആണ്. അപ്പോസ്ട്രോഫി ഡി എന്ന് പറയുന്നത് ഹാർഡ് ബെറ്റർ, ഞാനിപ്പോൾ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഞാനിപ്പോൾ പോകുന്നതാണ് നല്ലത്, ഐ വിൽ സീ യു ടുമോറോ, നാളെ കാണാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എനിവേ കൊടുത്തിരിക്കുന്ന ആശയം എന്തായാലും, നമ്മൾ മലയാളത്തിൽ പറയുന്ന ആശയം എന്തായാലും. ഒരു എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പറയത്തില്ല എനിക്ക് പോകണമെന്ന്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എനിവേ അവിടെ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ എന്തായാലും എന്ന് പറയും. ആ ഒരു ആശയമാണ് എനിവേക്കുള്ളത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അതേ ആശയമുള്ള സെൻറ്റൻസാണ്.
എനിവേ ആസ് ഐ സെഡ് ഐ വിൽ ബി എവേ നെക്സ്റ്റ് വീക്ക്. എനിവേ അതായത് എന്തായാലും, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആസ് ഐ സെഡ് ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഐ വിൽ ബി എവേ നെക്സ്റ്റ് വീക്ക്, ഞാൻ അടുത്ത ആഴ്ച പോകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അദ്ദേഹം ആരോടാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു ഞാൻ അടുത്ത ആഴ്ച ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കോൺവെർസേഷനിടയിൽ അദ്ദേഹത്തെ ഓർപ്പിക്കുകയാണ് എനിവേ ആസ് ഐ സെഡ്, ഞാൻ മുമ്പ് പറഞ്ഞതിലോട്ട് ഐ വിൽ ബി എവേ നെക്സ്റ്റ് വീക്ക്, ഞാൻ നെക്സ്റ്റ് വീക്കിൽ പോകും, ഇന്ന സ്ഥലത്ത് പോകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എനിവേ ആ ഒരു ശൈലി നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കും. എനിവേ ആസ് ഐ സെഡ്, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ, ആ സെൻറ്റൻസിലോട്ട് മുമ്പ് പറഞ്ഞ ആ കോൺവെർസേഷനിലോട്ട് എനിവേ കൊണ്ടുപോവുകയാണ്. ആ ഒരു ശൈലിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ ഒറ്റ ശൈലി ഉപയോഗിക്കത്തുള്ളൂ, എന്തായാലും എന്നൊരു രീതിയിൽ നമ്മൾ പറയത്തുള്ളൂ. എന്തായാലും ആസ് ഐ സെഡ്, ഞാൻ പറഞ്ഞതുപോലെ ഐ വിൽ ബി എവേ നെക്സ്റ്റ് വീക്ക്, ഞാൻ അടുത്ത ആഴ്ച പോകും എന്ന് പറയുന്നത് സെൻറ്റൻസാണ്. അപ്പോൾ എനിവേയുടെ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിവേ അവിടെ തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞ ആ സെൻറ്റൻസിലോട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്, അതിനെ ഒന്ന് ഓർപ്പിച്ചതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിവേയുടെ യൂസ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. എനിവേ ഐ ഹാവ് ടു ഗോ നൗ, ഐ ആം ഓൾറെഡി ലേറ്റ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ സെൻറ്റൻസാണ്. എനിവേ ഒരു കോൺവെർസേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിരിക്കുക എനിവേ, നമ്മളിങ്ങനെ സംസാരിക്കാറുള്ള എനിവേ ഐ ഹാവ് ടു ഗോ നൗ, എനിക്ക് പോകണം, ഐ ആം ഓൾറെഡി ലേറ്റ്, ഞാൻ ഓൾറെഡി ലേറ്റായി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എനിവേ ക്വസ്റ്റ്യൻ്റെ അവസാനം, പല ക്വസ്റ്റ്യൻ്റെ അവസാനം ആ ക്വസ്റ്റ്യന് ഒരു ഫോഴ്സ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാറുണ്ട്. നമുക്ക് അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. ഈ എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഹൗ ഡു ദേ ഡു ഇറ്റ് എനിവേ, എങ്ങനെയായിരിക്കും അവരത് ചെയ്യുക എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവരത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റിനെ ഒരു ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. ഈ ഒരു ശൈലി നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശൈലിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. മലയാളത്തിൽ പറഞ്ഞാൽ എന്തായാലും അതെങ്ങനെയായിരിക്കും ചെയ്യുക എന്നാണ് മലയാളത്തിൽ നമ്മളത് കൺവേർട്ട് ചെയ്താൽ. അപ്പം മലയാളത്തിൽ നമുക്ക് ഒറ്റ ഒരു വേർഡേ ഉള്ളൂ എന്തായാലും. ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം അത് ഇംഗ്ലീഷ് മീനിങ്ങിൽ തന്നെ എടുക്കുക. അതായത് ആ ക്വസ്റ്റിനൊരു ഫോഴ്സ് കൊടുക്കണം. ഹൗ ഡു ദേ ഡു ഇറ്റ് ചെയ്യുക, എന്തായാലും അവരെങ്ങനെയായിരിക്കും അത് ചെയ്യുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട് എക്സാക്ട്ലി ഡസ് ദിസ് മീൻ എനിവേ, അതായത് എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, മീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഡസ് ദിസ് മീന് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ആ ക്വസ്റ്റിന് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് എനിവേ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥിരം ഡെയിലി ടോക്കിലുള്ള എക്സ്പ്രഷനുകളാണ്, ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹൂസ് സൈഡ് ആർ യു ഓൺ എനിവേ, നീ ആരുടെ പക്ഷത്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നീ ആരുടെ പക്ഷത്താണ്, ഹൂസ് സൈഡ് ആർ യു ഓൺ, അതിന് ഒരു ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വാട്ട്സ് ദ പോയിൻ്റ് ഓഫ് ദിസ് മീറ്റിംഗ് എനിവേ, ഈ മീറ്റിങ്ങിൻ്റെ പോയിൻ്റ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരാൾ ഒരു മീറ്റിംഗ് തുടങ്ങിയപ്പോഴോ അവസാനിച്ചപ്പോഴോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട്സ് ദ പോയിൻ്റ് ഓഫ് ദിസ് മീറ്റിംഗ് എനിവേ, ഈ മീറ്റിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പോയിൻ്റ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യന് ഒരു ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് എനിവേ ആദ്യം വരുന്ന സെൻറ്റൻസാണ്. അതായത് നമ്മുടെ കോൺവെർസേഷൻ്റെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി ഒരു 2 സെൻറ്റൻസാണ്, രണ്ടെണ്ണം ഞാൻ പറയുകയാണ്, സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നോക്കാം. എനിവേ വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ, എനിവേ അതും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റർ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എനിവേ വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ, നാളെ എന്താണ് നീ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാളെ എന്താണ് നിൻ്റെ പരിപാടി, നാളെ നിൻ്റെ പ്ലാനിങ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ എനിവേ ചേർത്തിരിക്കുന്ന ആ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ കോൺവെർസേഷൻ അവർ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ പുതിയ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. എനിവേ വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ, നാളെ എന്താണ് നിൻ്റെ പരിപാടി, നാളെ എന്താണ് നിൻ്റെ പ്ലാനിങ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ ഒരു ക്വസ്റ്റ്യനോട്ട് നോക്കാം. സോ എനിവേ വാട്ട് ഡു യു വാണ്ട് ടു ഡു നെക്സ്റ്റ്, നിനക്കിനി എന്താണ് ചെയ്യാൻ ആഗ്രഹം, അല്ലെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എനിവേ ആ ഒരു ശൈലി നിങ്ങൾ ഓർത്തോണം, അങ്ങനെ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളൂ. എനിവേ അതായത് ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ മാറ്റിലോട്ട് കയറുമ്പോൾ ആ എനിവേയുടെ ആ സംസാരിക്കുന്ന ഫ്ലോ തന്നെ ഒരു വ്യത്യാസമുണ്ട്. എനിവേ വാട്ട് ഡു യു വാണ്ട് ടു ഡു നെക്സ്റ്റ്, നിനക്ക് എന്തോ ചെയ്യാനാണ് ഇനി അടുത്ത്, നീ എന്തോ ചെയ്യാനാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യാനാണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ 2 സെൻറ്റൻസും സ്ഥിരം കേൾക്കാറുള്ളതാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ അവിടെ എനിവേ എഴുതിയിട്ടുണ്ട്.
അവിടെ ഞാൻ എനിവേ സെപ്പറേറ്റാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എനിവേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് അടുപ്പിച്ചാണ് എഴുതിയിട്ടുള്ളത്, അതായത് ചേർത്താണ് എഴുതിയിട്ടുള്ളത്. എനിയും വേയും ചേർത്ത് എഴുതിയ എനിവേ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന എനിവേ എന്ന് വെച്ചാൽ എനി അതൊരു വേർഡ്, വേറൊരു വേർഡ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വേർഡാണ്. അവിടെ സ്പേസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എനിവേ എന്ന് ഞാൻ സ്പേസ് ഇട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ എനിവേയുടെ ആശയമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കറിയാം, പക്ഷെ നമ്മൾ ഈ ഗ്യാപ്പ് ഈ ഒരു വ്യത്യാസം അറിയാതെയാണ് നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ ആശയം എന്താണ്. അതായത് ഈ എനിവേയുടെ ആശയം ബൈ എനി മെത്തേഡ് എന്നാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. 2 എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഈസ് ദെയർ എനി വേ യു കുഡ് ഹെൽപ്പ് മീ. അതായത് ഇതിൻ്റെ മലയാളം ആശയം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഇന്ത്യയിൽ എന്തെങ്കിലും മാർഗമുണ്ടോ, വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മലയാളത്തിൽ നമ്മൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ആ എനിവേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ആ എനിവേ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എനിയും വേയും സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ എനിവയുടെ ആശയം എന്തെങ്കിലും മെത്തേഡ്, ബൈ എനി മെത്തേഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും വഴി, മലയാളത്തിൽ എന്തെങ്കിലും മാർഗം എന്നുള്ളൊരു ആശയമാണ്. അതായത് അദ്ദേഹത്തെ സഹായിക്കാൻ ഇന്ത്യയിൽ എന്തെങ്കിലും വഴിയുണ്ടോ, മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോലെ ഈ എനിവേയുടെ ആശയം ബൈ എനി മെത്തേഡ് എന്നാണ്. അത് ഓർത്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ട്രൈഡ് എവറി അപ്രോച്ച് ബട്ട് ഐ കാൺ ഫൈൻഡ് എനി വേ ടു ഫിക്സ് ദിസ് പ്രോബ്ലം. അതായത് ഒരാളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നതാണ് ഐ ട്രൈഡ് എവറി അപ്രോച്ച്. ഞാൻ എല്ലാ രീതിയിലും അപ്രോച്ച് ചെയ്തു, ശ്രമിച്ചു. ബട്ട് ഐ കാൺ ഫൈൻഡ് എനി വേ ടു ഫിക്സ് ദിസ് ഇഷ്യൂ. പക്ഷേ എനിക്ക് ഈ പ്രോബ്ലം, ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടി, ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയും ഒരു മാർഗവും ഒരു മെത്തേഡും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പം ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗ്ഗം, ഒരു മെത്തേഡും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മാർഗ്ഗം, ഒരു മെത്തേഡ് എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. If you need assistance with your presentation, don't hesitate to ask. I am here to support you in any way I can. അതായത് ഈ പ്രസൻറ്റേഷനിൽ നിനക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക്, ചോദിക്കാൻ മടിക്കരുത്. ഐ ആം ഹിയർ ടു സപ്പോർട്ട് യു ഇൻ എനി വേ ഐ ക്യാൻ. അതായത് ഐ ആം ഹിയർ ടു സപ്പോർട്ട് യു ഇൻ എനി വേ ഐ ക്യാൻ. അതായത് എല്ലാ രീതിയിലും താങ്കളെ ഞാൻ സഹായിക്കാൻ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എല്ലാ രീതിയിലും, എല്ലാ മെത്തേഡിലും, എല്ലാ മാർഗ്ഗത്തിലും ഞാൻ താങ്കളെ സഹായിക്കാൻ ഇവിടെയുണ്ട് എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എനിവേ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ എനിവേയുടെ ആശയം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു എനിവേ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ രണ്ട് എനിയും വേയും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിവേ ഇനി നിങ്ങൾക്ക് തെറ്റത്തില്ല. അതേപോലെ തന്നെ എനിവേ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ എടുത്തിട്ടുള്ളൂ. ഡെയിലി നമ്മൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള സെൻറ്റൻസുകളെ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സെൻറ്റൻസുകളിലോട്ട് നോക്കുക. ഇനി നിങ്ങൾ മൂവീസൊക്കെ കാണുകയാണെങ്കിൽ പല പല ശൈലിയിൽ എനിവേ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുക എങ്ങനെയൊക്കെയാണ് എനിവേ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.